ശ്രീ അനിൽകുമാർ, ഇന്ന് പൊന്നാനിയിൽ ഒരു അതിവേഗ റെയിൽപാതയുടെ ഓഫീസ് ഉദ്ഘാടനം നടത്തി. നമ്മുടെ ശ്രീധരൻ്റെ ഓഫീസാണ് ഉദ്ഘാടനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്. അനിൽകുമാർ, എന്തെല്ലാം അപഹാസ്യമായ നാടകങ്ങൾക്കാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടാണ് കേരളം. ആ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തെ കബളിപ്പിക്കാൻ, വഞ്ചിക്കാൻ, അപമാനിക്കാൻ ഒരു ശത്രു രാജ്യത്തോട് ചെയ്യുന്നത് കൂടിയാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിരുന്ന വിവേചനം അത് രാഷ്ട്രീയ വിരോധം കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രതിപക്ഷം പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി RSSന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ കടുത്ത കടന്നാക്രമണം നടന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാകെ വളരെ നഗരവൽക്കരിക്കപ്പെടുന്നത് കേരളമാണെന്ന് എല്ലാവർക്കും അറിയാം. ഉത്തരേന്ത്യയിലെ ഏത് നഗരങ്ങളെക്കാളും വലിയ നഗരമായി, ഒരൊറ്റ നഗരമായി കേരളം വളരാൻ അധികകാലം വേണ്ട. ഇപ്പൊ തന്നെ ആ പ്രക്രിയ മാത്രമല്ല, ഭൂമിശാസ്ത്ര പ്രകാരം കേരളം നീണ്ടുകിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് വളരെ വേഗം എത്തുക, അതിന് ഒരു അതിവേഗ തീവണ്ടിപ്പാത, അതിവേഗ തീവണ്ടിപ്പാത കേരളത്തിന് അല്ല. കേരളത്തിന്റെ ജനങ്ങളുടെ ജീവിത നിലവാരം വെച്ച് അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണത്. കൊച്ചി മെട്രോ ലാഭത്തിലാണ്. ഇന്ത്യയിൽ തന്നെ മിക്കവാറും മെട്രോകൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് കൊച്ചി മെട്രോ ലാഭത്തിലായത്. എങ്ങനെയാണ് കൊച്ചി മെട്രോ ലാഭത്തിലാകുന്നത്? അതിന് കാരണം ലാഭകരമായി ഇത് പ്രവർത്തിക്കാൻ തക്കവണ്ണം ഒരു നഗരവൽക്കരിക്കപ്പെട്ട കൊച്ചിയുടെ നടുവിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. ഇതുപോലെയാണ് കേരളം. ഇന്ത്യയിൽ 6 അതിവേഗ തീവണ്ടിപ്പാതകളുടെ ഇടനാഴി ഉണ്ടാകുമ്പോഴും അതിൽ കേരളമില്ല എന്ന് വരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തോടുള്ള കടന്നാക്രമണമെന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറമുള്ള നേരിട്ടുള്ള ഇന്ത്യ. അവിടെ 1 ലക്ഷം കോടി രൂപയുടെ ഒരു പദ്ധതി, അത് സംസ്ഥാന സർക്കാരില്ലാതെ പദ്ധതി നടക്കുമോ? ആദ്യം തന്നെ അതല്ലേ തീരുമാനിക്കേണ്ടത്. സംസ്ഥാന സർക്കാരില്ലാതെ പദ്ധതി നടക്കുമോ? ഈ സീസൺ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തി ഏകാഭിപ്രായത്തിൽ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇവിടെയാണ് കോൺഗ്രസിന് വേണ്ടിയാണോ ഈ സീസൺ പ്രവർത്തിക്കുന്നത് എന്ന സംശയം വന്നിരിക്കുന്നത്. കേരളത്തിൽ ഈ റെയിൽ പദ്ധതി അട്ടിമറിച്ച് 1ാം സ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുണ്ട്. ഇത്തരമൊരു കേസ് കൈ കിട്ടിയപ്പോ എന്നാ അത് കൈകാര്യം ചെയ്ത് കളയാം, കേരളയിൽ ഇല്ലാതെയാക്കി കളയാം എന്ന തരത്തിൽ എല്ലാ പോസ്റ്റിങ്ങിനും കേരളത്തിനെതിരായിട്ട് വാചകം അടിച്ചുകൊണ്ടിരുന്ന ചില ജഡ്ജിമാരും നമ്മുടെ കേരളത്തിലുണ്ട്. അവരെല്ലാം കൂടി കേരളത്തിന്റെ പരിസ്ഥിതി എന്തെല്ലാം വിദഗ്ധ വാദങ്ങളാണ് ഉന്നയിച്ചത്. അവസാനം എന്തായി? ശ്രീധരനൊരു തീവണ്ടി കൊണ്ട് വന്നപ്പോ സതീശൻ പറഞ്ഞു പോരട്ടെ, ആ ലൈൻ വലിച്ചേക്കാം, ഇത് വരാൻ പോകുന്ന കേരളയിലെ അട്ടിമറിച്ചവർക്ക് കേരളം കൊടുക്കാൻ പോകുന്ന ശിക്ഷയിൽ നിന്ന് മറികടക്കാനുള്ള കുതന്ത്രമാണ്. ആ കുതന്ത്രത്തിന് കോൺഗ്രസും BJPയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതിന് മെട്രോമാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ.